ഈ കേസിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ ബാലേന്ദ്രകുമാറിൻ്റെ ആവുന്നത് അതുകൊണ്ടാണ്. ബാലേന്ദ്രകുമാറിൻ്റെ ഇൻറ്റൻഷൻ എന്തുമാവട്ടെ, അന്ന് തന്നെ പലരും സംശയിച്ചിരുന്നു എന്തിനാണ് ബാലേന്ദ്രകുമാർ ഇപ്പോൾ പറയുന്നത്, വർഷങ്ങൾക്ക് ശേഷം ഈ പുതിയ വെളിപ്പെടുത്തൽ നടന്നത്. മാധ്യമങ്ങൾ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് മുമ്പ് ഭയമായിരുന്നു, ദിലീപിനെ ഭയമായിരുന്നു. നിങ്ങൾക്കറിയില്ല, അദ്ദേഹത്തിന് പിന്നിൽ ലയൺസ് എന്നു പേരുള്ള ഒരു ബൗൺസർ ഗ്യാങ് ഉണ്ട്. അവരെന്തിനും പോകുന്നവരാണ്. ദിലീപ് ഒന്ന് കൈ കാണിച്ചാൽ എന്നെ എടുത്ത് പൊക്കിക്കൊണ്ട് പോകും. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബം, എൻ്റെ ജീവൻ, ഇതിലെനിക്ക് ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭയന്ന് ഒരു ഘട്ടത്തിൽ നമുക്ക് ഭയം മാറുമല്ലോ. അപ്പോഴാണ് ഇത് തുറന്നു പറയുന്നതാണ്. അത് അയാൾ മാധ്യമങ്ങൾ, അദ്ദേഹം മരിച്ചുപോയി പിന്നീട്. അപ്പോൾ ആ പറഞ്ഞയാൾ മുഖ്യമന്ത്രിയെ കണ്ട് ഈ തെളിവുകൾ കൈമാറുകയാണ്. വെറുതെ പരാതി കൊടുക്കല്ല, തെളിവുകൾ മുഖ്യമന്ത്രി കൈമാറുകയാണ്. തൊട്ടുടനെ ഈ കേസ് മേൽനോട്ടം വഹിച്ചിരുന്ന, ഈ മൊത്തം കേസ് അന്വേഷണത്തിന് മേൽനോട്ടം ബി സന്ധ്യയെ ആ ചുമതലയിൽ നീക്കുന്നു. അവരെ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒരു വനിതാ ഉദ്യോഗസ്ഥ, പ്രഗത്ഭയായ ഒരു IPS ഉദ്യോഗസ്ഥ, ഏറ്റവും ഉയർന്ന ആ സമയത്ത് ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള വനിതാ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ബി സന്ധ്യ. എന്തിനാണ് ബി സന്ധ്യ പൊടുന്നതിന് അതിൽ നിന്ന് മാറ്റിയതെന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നീട് എസ് ശ്രീജിത്താണ് ആ സ്ഥാനത്ത് വരുന്നത്. ഒരു മാസങ്ങൾക്കുള്ളിൽ ശ്രീജിത്തിനെയും അതിൽ നിന്ന് മാറ്റുകയാണ്. ഏതാണ് വളരെ നിർണായകമായ തെളിവുകൾ. ആ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ ഏറ്റവും ക്രക്സ് എന്താണ്, കോടതിയുടെ കൈവശം ഇരിക്കുന്ന ഈ അതിജീവിതയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ അത് കോടതിയുടെ കൈവശമാണുള്ളത്. അത് കണ്ടിട്ടുള്ള വളരെ ചുരുക്കം ആളുകളാണ്. ഒന്നൊരു മജിസ്ട്രേറ്റ് കണ്ടിട്ടുണ്ട്, ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റ് കണ്ടിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ വിചാരണ കോടതിയിലാണ് അതുള്ളത്, വിചാരണ കോടതിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അതിനൊക്കെ വളരെ മുമ്പേ ആരുടെ കയ്യിലുണ്ട്, ആര് കണ്ടിട്ടുണ്ട്, ദിലീപ് കണ്ടിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ബാലചന്ദ്രകുമാർ ദിലീപിൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന സമയത്ത് പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ നിങ്ങൾക്ക് കാണണമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു VIP, ആ VIP ആരാണെന്ന് ബാലേന്ദ്രകുമാർ പറയുന്നില്ല, VIP, ദിലീപ്, ദിലീപിൻ്റെ അനുജൻ, അളിയൻ, ഇങ്ങനെയുള്ളവരെല്ലാം ചേർന്നുകൂടി ഒരു വലിയ സ്റ്റുഡിയോ പോലുള്ള, തിയേറ്റർ പോലുള്ളൊരു സംവിധാനത്തിൽ സാധാരണ ആ വീഡിയോയുടെ ഓഡിയോ 20 ഇരട്ടി വരെ ആംപ്ലിഫൈ ചെയ്യാവുന്ന രീതിയിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ വീഡിയോയുടെ ഓഡിയോ വളരെ ഒട്ടും ഓഡിബിൾ അല്ല, കേൾക്കാൻ കഴിയാത്തതാണ്. പക്ഷേ ഇവർക്ക് എന്താണ് അതിൽ സംസാരിക്കുന്നത് എന്ന് കേൾക്കുന്ന രീതിയിൽ 20 ഇരട്ടി വരെ അതിൻ്റെ വോളിയം ആംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഇത് കണ്ടിട്ടുണ്ട് എന്നാണ് ബാലേന്ദ്രകുമാർ കൊടുത്ത മൊഴി. അപ്പോൾ അതൊരു വളരെ നിർണായകമായ വെളിപ്പെടുത്തലാണ്. ഈ വെളിപ്പെടുത്തലിനെ കൊറാബറേറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോ ക്ലിപ്പ് ദിലീപിൻ്റെ അഭിഭാഷകരും ദിലീപും ഈ ജഡ്ജിയുടെ ലാപ്ടോപ്പിൽ നിന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട്. ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ ജഡ്ജിയുടെ ലാപ്ടോപ്പിൽ നിന്ന് ദിലീപിൻ്റെ അഭിഭാഷകരും കണ്ടിട്ടുണ്ട്. ഇൻ ക്യാമറ ഓപ്പറേഷനാണ് ഈ കോടതിയിൽ നടന്നിട്ടുള്ളത്. ഈ കോടതി മുറിയിൽ തന്നെ പലവട്ടം ഇത് പ്ലേ ചെയ്തിട്ടുണ്ട്. ആർക്കു വേണ്ടി? 10-30 വരുമ്പോൾ ദിലീപിൻ്റെ അഭിഭാഷക സംഘത്തിന് കേൾക്കാൻ വേണ്ടി ഇത് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലാപ്ടോപ്പിൽ പ്ലേ ചെയ്താൽ ഒരിക്കലും അതിലെന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ കഴിയില്ല. ഇതിൻ്റെ കോപ്പി വേണം, എനിക്ക് ഈ ദൃശ്യങ്ങളുടെ കോപ്പി വേണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് എവിടെ വരെ പോയി? സുപ്രീം കോടതി വരെ പോയി. ഈ സുപ്രീം കോടതി വരെ പോകുന്ന ഈ ഹർജികളിൽ, ഈ അപ്പീലുകളിൽ ദിലീപ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഫേക്ക് ആണെന്നാണ്. ഇത് ഫേക്ക് ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഇതിലുള്ള മുഴുവൻ സംഭാഷണം അതിൽ കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് കോടതിയിൽ കൊടുക്കുന്ന എല്ലാ അപ്പീലിലും ദിലീപ് ഈ വീഡിയോ ക്ലിപ്പിലുള്ള സംഭാഷണങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. ജഡ്ജിയുടെ ലാപ്ടോപ്പിൽ മാത്രം ദിലീപിൻ്റെ അഭിഭാഷകരും അത് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊട്ടും ഓഡിബിൾ അല്ല എന്നിരിക്കെ അവരെങ്ങനെയാണ് അത് കോട്ട് ചെയ്യാൻ സാധിക്കുന്നത്? അതർവൈസ് ബാലേന്ദ്രകുമാർ പറയുന്നത് പോലെ ഈ പറയുന്ന 20 ഇരട്ടി ആംപ്ലിഫൈ ചെയ്യാവുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാതെ അവരെങ്ങനെ അത് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ. അതായത് ബാലേന്ദ്രകുമാർ പറയുന്നത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ്. ഈ തെളിവ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ വന്നിട്ട് അത് എങ്ങനെ അന്വേഷിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ഘട്ടത്തിൽ, അത് 2021 ശേഷം ഈ വീഡിയോ ദൃശ്യം ലീക്കായതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി നടന്നിട്ടുണ്ടോ? അതിൽ അന്വേഷണ സംഘത്തിന് കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞോ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ജഡ്ജ്മെൻറ്റ് പുറത്തു വന്നാൽ, 12-ാം തീയതി ജഡ്ജ്മെൻറ്റ് പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ പറയുന്നത്, ഈ കേസ് തുടക്കത്തിൽ വളരെ കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോവുകയും അത്രമാത്രം പൊതുജന സമ്മർദ്ദം ഈ കേസിലുണ്ടായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം സർക്കാരിന് മേലുണ്ടായിരുന്നു, അന്വേഷണ സംഘത്തിൻ്റെയും പോലീസിൻ്റെ മേലുണ്ടായിരുന്നു. അത് മുന്നോട്ട് പോയി, പക്ഷേ വേണ്ടത്ര തെളിവുകൾ വന്നില്ല. ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമായ തെളിവുകൾ പുറത്തു വരുന്ന സമയത്ത് അന്വേഷണം ഊർജിതമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥർ ആ സമയത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അത് മാറ്റിയത് ഈ അന്വേഷണത്തെ ബാധിച്ചോ? അവർക്ക് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞോ? ബാലേന്ദ്രകുമാർ മുന്നോട്ട് വെച്ച തെളിവുകൾ എത്രമാത്രം പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് നമുക്കിപ്പോൾ മറുപടിയില്ല. നമ്മൾ ജഡ്ജ്മെൻറ്റ് കണ്ടിട്ടില്ല. ദിലീപിനെ വെറുതെ വിട്ടു എന്നേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. ഞാൻ പറയുന്നത്, ദിലീപിനെ വെറുതെ വിട്ടു, അതുകൊണ്ട് ദിലീപ് കുറ്റം ചെയ്തു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങളിൽ വലിയ തോതിലുള്ള വീഴ്ച
അന്വേഷണ സംഘത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുണ്ട്. കാരണം എന്താ കോടതി ദിലീപിനെ എക്സോണറേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞുള്ള പ്രധാനപ്പെട്ട കാര്യം ദിലീപ് കുറ്റം ചെയ്തില്ല എന്നല്ല, ദിലീപിനെതിരായ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ ഈ അന്വേഷണത്തിൽ വന്നേക്കാൻ സാധ്യതയുള്ള ഈ വീഴ്ചകളെ പറ്റി സൂചിപ്പിക്കുന്നത്. ഇതിനർത്ഥം സർക്കാർ എന്തോ തരത്തിൽ ഒത്തുകളിച്ചുവെന്നോ സർക്കാർ ദിലീപിന് വേണ്ടി ഫേവർ ചെയ്യുന്നൊന്നും അല്ല പറയുന്നത്. ഇവിടെ ഒരു വീഴ്ച ഏതായാലും ഉണ്ടായിട്ടുണ്ട്. അത് ആരാണ് അതിന് പിന്നിൽ, എന്തിനത് സംഭവിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേസിനോടുള്ള അതിജീവിതയോടുള്ള ഈ വിചാരണ കോടതി ജഡ്ജിയുടെ മനോഭാവം. ആ മനോഭാവത്തെക്കുറിച്ച് നമ്മൾ മാത്രമല്ല, ഈ അതിജീവിത തന്നെ പലവട്ടം കോടതി മാറ്റണം, ജഡ്ജി മാറ്റണം എന്ന് ആവശ്യപ്പെട്ടു. അത് അനുവദിക്കപ്പെട്ടില്ല. അപ്പോൾ ഇത്തരം എല്ലാ കേസുകളും വിജയിക്കണമെന്നില്ലല്ലോ. കേസുകൾ പരാജയപ്പെടുന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നിൽ അന്വേഷണത്തിൽ അട്ടിമറി, ഗൂഢാലോചന പോലുള്ള തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കേസുകളിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയാതിരിക്കുക, അന്വേഷണം അട്ടിമറിക്കപ്പെടുക, തെളിവുകൾ ടാമ്പർ ചെയ്യപ്പെടുക. ഈ പറയുന്ന വിഷ്വലിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്ന് പറയുന്നു. ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നുള്ള ഫോറൻസിക് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ട് ഈ ഫോറൻസിക് റിപ്പോർട്ട് കോടതി തന്നെ പൂഴ്ത്തിവെച്ചു എന്നുള്ള ആരോപണം വന്നിരുന്നു, ഹൈക്കോടതിയിൽ സമർപ്പിക്കാതെ. അപ്പോൾ അതുകൊണ്ടാണ് അതിജീവിതയ്ക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി ഉണ്ടായത്. അപ്പോൾ ഇത്തരം ഒരുപാട് ഘട്ടങ്ങളിൽ, പല തലങ്ങളിൽ, പല ഏറുകളിൽ ഇതിൽ അട്ടിമറി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിധി പൂർണ്ണമായൊരു നീതി നടപ്പാക്കലാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അപ്പീൽ പോയി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ റിവേഴ്സ് ചെയ്യപ്പെട്ടേക്കാം വിധി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായി വായിക്കാൻ നമുക്കത് വിലയിരുത്താനും കഴിയില്ല.